താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിൽ നടന്ന മരമുറിക്കൊള്ളയ്ക്കെതിരെ CPIM താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മരം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CPIM ഏരിയ കമ്മിറ്റി അംഗം വള്ളൂരാൻ ഹനീഫ ഉദ്ഘാടനം ചെയ്തു. സത്യസന്ധവും കൃത്യവുമായി ഭരണകൂടം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ ഭരണം കൃത്യമായി 20 കൊല്ലക്കാലം നടത്തി. കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. 24 സീറ്റിൽ 16 സീറ്റ് UDF-ന്, 8 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അതല്ലേ ഇവിടുത്തെ കക്ഷി നില അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 5 മാസം കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പ്രതിഷേധവുമായി ഈ താഴെക്കൊടുത്ത CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ മുന്നിൽ എന്തിനു വേണ്ടി വന്നു എന്നുള്ളതാണ് ചുരുക്കിയിട്ട് ഇവിടെ നമ്മുടെ താഴെക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ദിവസം മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരുടെ ഒരു പരാതിയുടെ ഭാഗമായി ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വരികയാണ്. യൂത്ത് ലീഗിന്റെ നേതാക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയുമായ ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ പൊതുശ്മശാനത്തിൽ പോയി വീഡിയോ എടുക്കുന്നു, ചിത്രീകരിക്കുന്നു. ഇവിടുത്തെ ലോക്കൽ മീഡിയയെ മുഴുവൻ വിളിച്ചുകൊണ്ട് അവർക്ക് ബൈറ്റ് കൊടുക്കുന്നു, അവർക്ക് പ്രതികരണം കൊടുക്കുന്നു. എന്താ യൂത്ത് ലീഗ് പറയുന്നത്? എന്താ മുസ്ലിം ലീഗിന്റെ താഴെക്കോട്ടത്തെ നേതാക്കന്മാർ പറയുന്നത്? താഴെക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിൽ വളാങ്കുളത്ത് ഒരു അപകടം, ഒരു മരണം ഉണ്ടായി. അജ്ഞാത മൃതദേഹം കിട്ടി വളാങ്കുളത്ത്. ആ മൃതദേഹം സംസ്കരിച്ചത് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിലാണ്. TT മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, CPIM ലോക്കൽ സെക്രട്ടറി PK അഫ്സൽ, പൊന്നോത്ത് ഉമ്മർ, വാർഡ് മെമ്പർ P മൊയ്തുപ്പ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർ N നാസർ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ.